ഞാൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. എറണാകുളം RTO എൻഫോഴ്സ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. പേര് വിനോദ് കുമാർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രധാനമായിട്ടും മോട്ടോർ കാറും മോട്ടോർ ക്യാബും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞതിന് ശേഷം റെൻ്റേ കാറും റെൻ്റേ ക്യാബും എന്താണെന്നുള്ളത് ഞാനൊന്ന് പറയാൻ പോവാണ്. അതിൽ മോട്ടോർ കാറ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലാസ് ഓഫ് വെഹിക്കിൾ, വാഹനങ്ങളുടെ ക്ലാസിഫിക്കേഷനിൽ ക്ലാസ് ഓഫ് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ക്ലാസ് ഓഫ് വെഹിക്കിളിൽ മോട്ടോർ കാറെന്ന് പറയുന്നത് പ്രൈവറ്റ് യൂസിനുള്ള വണ്ടികളെയാണ് മോട്ടോർ കാറെന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന കാറുകൾ, അതായത് വെള്ള നമ്പർ പ്ലേറ്റ്, അതിനകത്ത് കറുത്ത അക്ഷരത്തിൽ എഴുതുന്ന നമ്പറുകളുള്ള കാറുകളെയാണ് നമ്മൾ മോട്ടോർ കാർ എന്ന് പറയുന്നത്. അതേസമയം മോട്ടോർ ക്യാബ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ അത് ടാക്സി പർപ്പസ്, ഹയർ ഓർ റിവാർഡിന് ഉപയോഗിക്കുന്ന, നമ്മൾ സാധാരണ കാണുന്ന ടാക്സികളെ നമ്മൾ മോട്ടോർ ക്യാബ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് 7 സീറ്റ് വരെ വരാവുന്ന മോട്ടോർ ക്യാബുകളാണ് ക്യാബുകൾ എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ കോൺട്രാക്ട് കാരേജ് അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനൊക്കെ ആവും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്കിവിടെ പ്രധാനമായിട്ടും ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, പ്രൈവറ്റ് കാർ എന്ന് പറയുന്നത് നമ്മൾ മോട്ടോർ കാർ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ അത് നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് എടുത്ത് യൂസ് ചെയ്ത് വിചാരിച്ചിട്ടൊന്നും തെറ്റൊന്നുമില്ല. അതൊരിക്കലും ഹയർ ഓർ റിവാർഡിന് നമുക്ക് മറ്റൊരാൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ മോട്ടോർ ക്യാബ്. ഈ മോട്ടോർ ക്യാബാണ് നമ്മൾ കാണുന്ന കംപ്ലീറ്റ് ടാക്സികളൊക്കെ. ഇപ്പോൾ റോഡിൽ കാണുന്ന ടാക്സി സ്റ്റാൻഡുകളിലൊക്കെ കാണുന്ന ടാക്സികൾ മിക്കവാറും മോട്ടോർ ക്യാബ് എന്നുള്ള കാറ്റഗറിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ക്യാബുകൾ നമ്മൾ റെൻറ്റിന് കൊടുക്കാം. അതൊരു കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു കമ്പനി വേണമെങ്കിൽ ലീസിനെടുക്കാം. അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ആ വണ്ടിയിൽ നടക്കും. അപ്പോൾ ആ വണ്ടി യൂസ് ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത് ഈ ആര് വേണമെങ്കിലും, പബ്ലിക് ആർക്ക് വേണമെങ്കിലും ആ വണ്ടിയിൽ കയറാവുന്നതാണ്. അതൊരു ക്യാബ് എന്ന് പറയുന്ന ഒരു പർപ്പസാണ് ഉപയോഗിക്കുന്നത്. ഇനി പ്രധാനമായിട്ടും ഇവിടെ നിങ്ങൾ ഈ കാണുന്ന 2 കാറുകൾ, ഈ 2 കാറുകളുടെ നമ്പർ പ്ലേറ്റ് കണ്ടാൽ നിങ്ങൾക്ക് കാണാം അതിനകത്ത് കറുപ്പിൽ മഞ്ഞ ലെറ്റർ കൊണ്ടാണ് നമ്പർ എഴുതിയിരിക്കുന്നത്. ഈ കാറുകളെ പറയുന്നതാണ് റെൻ്റേ ക്യാബ് എന്ന് പറയാം. അപ്പോൾ റെൻ്റേ കാർ എന്താ, റെൻ്റേ ക്യാബ് എന്താ എന്നൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. ഈ റെൻ്റേ കാറ് ഒരിക്കലും ഇന്ത്യയിലില്ല. കാറെന്ന് പറയുന്നത് പ്രൈവറ്റ് വണ്ടിയാണ്. അപ്പോൾ പ്രൈവറ്റ് വണ്ടി ഒരിക്കലും റെൻറ്റിന് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് റെൻ്റേ കാറെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളത് പലപ്പോഴും തെറ്റിദ്ധരിച്ച് പറയുന്നതാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ നാട്ടിലെ വിദേശികൾ ഇവിടെ വരുമ്പോൾ റെൻ്റേ കാർ കിട്ടുമോ, റെൻ്റേ കാർ കിട്ടുമോ, അങ്ങനെ കുറേ ആളുകൾ റെൻ്റേ കാർ എന്ന് പറഞ്ഞുള്ള ലേബലിൽ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിളിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ ഈ റെൻ്റേ കാറുകൾ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്യുന്നത് തെറ്റാണ്. അത് പാടില്ല. റെൻ്റേ ക്യാബുകൾ ആണ് നമ്മൾ ഇതുപോലുള്ള വണ്ടികളെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വാഹനങ്ങളൊക്കെ എടുക്കുന്ന ആളുകൾ അതിന് ലൈസൻസിങ് സംവിധാനമുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ലൈസൻസിങ് ആവശ്യമുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കമ്പനി ഈ റെൻ്റേ ക്യാബിന് വേണ്ടിയിട്ട് അതൊരു സ്കീമാണ്. ആ സ്കീമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് മിനിമം 50 കാറ് അവരുടെ കൈവശം, അവരുടെ ഉടമസ്ഥയിൽ വേണമെന്നും ഒരു 5 സ്ഥലത്തെങ്കിലും അവരുടെ ഓഫീസുകൾ, അതിൽ തന്നെ 50% കാറുകൾ AC ഉള്ള കാറുകളായിരിക്കണമെന്നും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എല്ലാ കാറുകൾക്കും കാണിക്കാവുന്ന രീതിയിലും വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഈ ലൈസൻസിങ് സമ്പ്രദായത്തിൽ നമ്മൾ ലൈസൻസ് RTOയിൽ നിന്ന് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന വണ്ടികളെല്ലാം ഈ പറയുന്ന കാറ്റഗറിയിൽ, ഈ പറയുന്ന ബ്ലാക്ക് ലെറ്ററിൽ മഞ്ഞ കളറുള്ള നമ്പർ കൊണ്ടാണ് എഴുതിയിട്ടുണ്ടാവുക. ഇതിന് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റും നിർബന്ധമാണ്. അപ്പോൾ ഇതിന് എല്ലാ സ്റ്റേറ്റിലേക്കും പോകാം. മറ്റേ പ്രൈവറ്റ് കാറും പോകാം എന്ന് പറഞ്ഞ പോലെ ഇതിന് എല്ലാ സ്റ്റേറ്റുകളിലൂടെ പോകാം. പക്ഷേ ഓരോ സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ അവരുടെ ടാക്സ്, അവരുടെ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് അനുസരിച്ച് സ്റ്റേറ്റ് ടാക്സുകൾ അടയ്ക്കേണ്ടതായിട്ട് സാഹചര്യം വരാറുണ്ട്. അപ്പോൾ ഇത് പുറത്തുനിന്ന് വരുന്ന ഒരു മഹാരാഷ്ട്രയിൽ നിന്നോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നോ ഒരു റെൻ്റേ ക്യാബ് വണ്ടി ഇവിടെ വന്നാലും കേരളത്തിലെ ടാക്സ് കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ തെറ്റിദ്ധാരണ വേണ്ട. മോട്ടോർ കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമുക്ക് മോട്ടോർ കാറ് പ്രൈവറ്റായിട്ടും മോട്ടോർ ക്യാബ് ടാക്സി ആയിട്ടും റെൻ്റേ ക്യാബാണ് നമ്മൾ ഈ കാറ്റഗറിയിൽ വരുന്നത്. ഒരിക്കലും റെൻ്റേ കാറല്ല. ഈ റെൻ്റേ കാർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വിദേശികളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ടത് നിങ്ങൾ റെൻ്റേ കാർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇനി ഇല്ല. അപ്പോൾ അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി പ്രധാനമായും ഈ വണ്ടികൾ ആളുകൾ ഉപയോഗിക്കുമ്പോൾ വേറെ ലൈസൻസ് ഉള്ള ഒരാളാണോ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ റെൻ്റേ ക്യാബ് സ്കീമിൽ ലൈസൻസ് കിട്ടിയ ആളുകൾ കളക്ട് ചെയ്ത് അവർക്കാണിത് കൊടുക്കുന്നത്. പ്രൈവറ്റ് കാറ്റഗറി വാഹനങ്ങൾ, അതായത് മോട്ടോർ കാർ എന്ന് പറയുന്ന കാറ്റഗറി വാഹനങ്ങൾ, ഇപ്പോൾ പലരും ഇപ്പോൾ എയർപോർട്ടിനെ ബേസ് ചെയ്തിട്ട് മോട്ടോർ കാറുകൾ അനധികൃതമായിട്ട്
ആരും അറിയാത്ത രീതിയിൽ ഓൺലൈനിലൊക്കെ പരസ്യം ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരസ്യം ചെയ്തിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ആരെങ്കിലും വരുമ്പോൾ അവരെ ക്യാൻവാസ് ചെയ്യുന്നു, അവരുടെ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സ് പറഞ്ഞൊക്കെ ആയിട്ട് ഇവർ ഈ കാറുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഈ അടുത്തിടെയായിട്ട് നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഒരുപാട് ഒഫൻസുകൾ ഡിറ്റക്റ്റ് ചെയ്തിട്ട് കേസുകൾ എടുത്തിട്ടുണ്ട്. അതൊരു കാരണവശാലും നമ്മൾ പ്രൈവറ്റ് കാറുകൾ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാടകയ്ക്ക് ഹയർ ഓർ റിവാർഡ് തന്നെയാണ് പ്രത്യേകം പറയുന്നത്, കൊടുക്കാൻ പാടില്ല. ഫാമിലി മെമ്പേഴ്സ് കൊണ്ടുവന്നതിൽ ഞങ്ങൾക്ക് തെറ്റില്ല, നിയമ തടസ്സങ്ങളില്ല. ഇനി നമ്മളൊരു ഡ്രൈവറെ പെയ്ഡ് ഡ്രൈവറെ വച്ചിട്ടൊരു പ്രൈവറ്റ് കാറ് പോവുകയാണെങ്കിലും അതും ആ ഒരു ഓണറുടെ കൺസെൻറ്റോട് കൂടി പോകുന്ന ഒരു മെത്തേഡാണ്. അതിനും വേറെ പ്രശ്നങ്ങളില്ല. പക്ഷേ അത് പോകുന്ന ആളുകൾ ഹയർ ഓർ റിവാർഡ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഇപ്പോൾ ഡീസൽ അടിച്ച് തരാം, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ തരാം എന്നൊക്കെ പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ അത് ഒരിക്കലും പാടില്ല. ഇനി അതിനകത്ത് രണ്ടാമതുള്ള ഒരു നിയമ പ്രശ്നം എന്ന് പറയുന്നത് ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെടുന്നു ഈ പ്രൈവറ്റ് കാറിൽ. ഈ ഹയർ ഓർ റിവാർഡ് ടാക്സി ഓപ്പറേഷൻ, ഇല്ലിസിറ്റ് ടാക്സി ഓപ്പറേഷൻ എന്നാണ് പറയുക. ആ ഇല്ലിസിറ്റ് ടാക്സി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം, എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അപകടത്തിൽ പരിക്ക് പറ്റിയ ആളുകൾക്ക് നഷ്ടപരിഹാരം കിട്ടാത്തൊരവസ്ഥ, അത് ഒരുപാട് കേസുകൾ നിലവിലുണ്ട്. MACT വന്നിരിക്കുന്ന കേസുകളിൽ തന്നെ ഈ ഇൻഷുറൻസ് കമ്പനി ഒബ്ജക്റ്റ് ചെയ്തിട്ട് ആ ക്ലെയിം നിരസിക്കുകയാണ് പതിവ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു പുതിയ അറിവായിരിക്കും പലർക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി ഞാൻ എടുത്ത് പോയി, പിന്നെ എന്തെങ്കിലും പൈസ അവന് കൊടുക്കാം എന്നൊക്കെയുള്ള രീതിയിൽ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അത് ഒരിക്കലും നിയമം അനുവദിക്കുന്നില്ല. ഈ നിയമം അനുവദിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ഓഫീസേഴ്സ് വഴിയിൽ ഇതുപോലുള്ള വണ്ടികൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടും. ഈവൻ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ അടുത്തുനിന്നാണെങ്കിലും അല്ലെങ്കിൽ ലൈസൻസ്ഡ് ഓപ്ഷൻ ഉള്ള ആളുകൾ അവർ ആണെങ്കിലും ഞങ്ങൾക്ക് പരാതികൾ തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതുപോലുള്ള വണ്ടികളെ ക്ലോസ്ലി മോണിറ്ററിങ് നടത്തി ഇത് റെൻ്റ് ക്യാബിൻ്റെ കാറ്റഗറിയിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് രജിസ്ട്രേഷൻ കണ്ടീഷൻ്റെ വയലേഷനായിട്ട് കേസെടുക്കുന്നുണ്ട്. പെർമിറ്റ് വേണ്ട വണ്ടി പെർമിറ്റ് ഇല്ലാതെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ കേസുകൾ വരുന്നുണ്ട്. ഇനി അത് വണ്ടി കസ്റ്റഡിയിൽ വെക്കാനുള്ളൊരു കുറ്റം കൂടിയാണ്. പെർമിറ്റ് കണ്ടീഷൻ വയലേഷനിൽ വണ്ടി നമുക്ക് വേണമെങ്കിൽ കസ്റ്റഡിയിൽ വെക്കാവുന്നൊരു ഒഫൻസ് കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അറിയില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇവിടെ നാട്ടിലെത്തുമ്പോൾ എനിക്ക് ഒരാഴ്ചത്തേക്ക് ഒരു വണ്ടി വേണം, അതെന്താ ചെയ്യുക എന്നാഗ്രഹിച്ച് നടക്കുന്ന ആൾ ഒരിക്കലും നമ്മൾ ഈ ഇതുപോലുള്ള പ്രൈവറ്റ് വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് ഓടിക്കരുത്. ഓടിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വളരെ എമർജൻസി ആയിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്ന് വണ്ടി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ഹയർ ഓർ റിവാർഡിനാണെന്ന് തെളിയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ വരാം, അല്ലെങ്കിൽ വാട്സാപ്പ് സന്ദേശങ്ങൾ വരാം. ഈ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇല്ലിസിറ്റ് ടാക്സി ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് കേസുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഇന്നും 2-3 കേസുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ നമ്മുടെ നാട് കാണാനായിട്ട് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ കുറച്ച് ദിവസത്തേക്ക് വരുന്ന സമയത്താണെങ്കിലും നമ്മൾ റെൻ്റ് ക്യാബുകാരെ ഇതുപോലെ നമ്പർ പ്ലേറ്റുള്ള വാഹനങ്ങൾ അവർക്ക് പ്രൈവറ്റ് യൂസ് ചെയ്ത് പോകുന്ന പോലെ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അവർക്ക് ഇന്ത്യൻ ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ അവർക്ക് ആ വണ്ടി ഇഷ്ടംപോലെ കൊണ്ടുപോകാൻ ചെയ്യാം. അപ്പോൾ ഇത് വളരെ സേഫാണ് ശരിക്കും പറഞ്ഞാൽ. പബ്ലിക്കാണെങ്കിലും ഇപ്പോൾ NRIs അവിടെ നിന്ന് വരുന്നു ഗൾഫിൽ നിന്നൊക്കെ ഇവിടെ നാട്ടിലെത്തുമ്പോൾ അവർക്ക് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ വണ്ടി എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെയാണ് റെൻ്റ് ക്യാബ് എന്ന് പറയുന്ന ഈ കാറ്റഗറിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ പ്ലേറ്റ് ബ്ലാക്കിൽ മഞ്ഞ കളറായിരിക്കും ആ നമ്പർ പ്ലേറ്റുകൾ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇത് തന്നെ പലപ്പോഴും നമ്മൾ ഓടിക്കുന്ന ഡ്രൈവർമാർ അവർ നോർമൽ ലൈസൻസ് LMV മോട്ടോർ കാറിൻ്റെ ലൈസൻസ് ഉള്ള ആളുകൾക്കിത് വണ്ടി ഓടിക്കാവുന്നതാണ്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും കയറിക്കൊണ്ട് പോകുന്നതിനും തടസ്സങ്ങളില്ല. അപ്പോൾ ഇതൊരു കോൺട്രാക്ട് ബേസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ റെൻ്റ് ക്യാബുകൾ ഒരു പബ്ലിക്ക് വരുന്ന, അപ്പോൾ NRIs വരുമ്പോൾ അവർക്കൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് വളരെ യൂസ്ഫുള്ളാണ്. ഇനി നമ്മൾ ഇല്ലിസിറ്റ് ടാക്സി ആയിട്ട് പ്രൈവറ്റ് കാറ് വാടകയ്ക്ക് എടുത്തിട്ട് പോയാൽ അതൊരു വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിനകത്ത് ഓടിക്കുന്ന ഡ്രൈവർ ആരാണോ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നത് അയാളും ആ കേസിൽ പ്രതിയാവുകയാണ് ശരിക്കും പറഞ്ഞാൽ, വാടകയ്ക്ക് എടുത്തു എന്നുള്ളതുകൊണ്ട്. ഞങ്ങളുടെ RC ഈ ചെല്ലാൻ ഓപ്ഷനിൽ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചിട്ട് രജിസ്റ്റേർഡ് ഓണറുടെ പേര് വരുന്നതോടൊപ്പം തന്നെ ഡ്രൈവറുടെ ലൈസൻസ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ലൈസൻസിൽ ഡ്രൈവർ ആരാണോ അയാളും ആ കേസിൽ
പ്രതിയാവുന്ന രീതിയിലാണ് ആ കേസുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ ഇവിടെ നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് സമയം നിന്നിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കാർ വാടകയ്ക്ക് എടുത്തിട്ട് പോയി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ലൈസൻസിൽ ആ റിമാർക്ക് എപ്പോഴും വരും, അത് ഇല്ലിസിറ്റ് ടാക്സി ഓടിച്ചു എന്നുള്ളത്. അതൊരിക്കലും ആ വെബ്സൈറ്റിൽ നിന്ന് മാറില്ല, ഈ ചലാൻ സൈറ്റിൽ അത് കറക്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ റിമാർക്ക് വളരെ ക്ലിയറായിട്ട് ഇതെങ്ങനെയാണ് വണ്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഓഫീസേഴ്സ് എഴുതിയിട്ടാണ് ആ റിമാർക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും പ്രൈവറ്റ് കാറുകൾ നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് ഓടുന്ന രീതി നല്ലതല്ല.